കൃഷ്ണപിള്ള സ്മാരകം ആക്രമിച്ച കേസിലെ പ്രതി ലതീഷ് ചന്ദ്രന് അനുകൂലമായി VS സ്വീകരിച്ച നിലപാട് വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ചോദ്യം ചെയ്തു. എന്തുകൊണ്ട് VSനെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന ചോദ്യമുയർത്തിയ പ്രതിനിധികൾ പാർട്ടിയാണോ VS ആണോ ശരിയെന്ന ചോദ്യവും ഉന്നയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം നിയമസഭയിലടക്കം എത്താതിരുന്ന MA ബേബിയുടെ നിലപാട് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നായിരുന്നു വിമർശനം. മാതൃകാ നേതാവിന് ചേർന്നതല്ല ബേബിയുടെ പ്രവർത്തനമെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. വയനാട് ജില്ലാ നേതൃത്വത്തിനെതിരെയും പ്രതിനിധികൾ കുറ്റപത്രം നിരത്തി. ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് ഏകപക്ഷീയമാണ്. ചുമതലകൾ വീതം വയ്ക്കാതെ ജില്ലാ സെക്രട്ടേറിയറ്റ് നിർജ്ജീവമാക്കുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു. ജില്ലാ നേതൃത്വത്തിലെ പോരായ്മകൾ പാർട്ടി വളരുന്നതിന് തടസ്സമായി. ആദിവാസികളുടെ മാത്രം സെക്രട്ടറിയായി ചില ഘട്ടങ്ങളിൽ ജില്ലാ സെക്രട്ടറി മാറിയെന്നുവരെ പ്രതിനിധികൾ വിമർശനമുന്നയിച്ചു. പുൽപ്പള്ളിയിലെ വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുന്നത് ജില്ലാ നേതൃത്വത്തിലുള്ളവർ തന്നെയാണ്. വയനാട്ടിലെ ചിലയിടങ്ങളിൽ വിഭാഗീയത നിലനിൽക്കുന്നതായി ചില പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ വിഭാഗീയത ഉണ്ടെന്ന വാദം ശരിയല്ലെന്ന് മറ്റു ചില പ്രതിനിധികൾ അവകാശപ്പെട്ടു. ലവ്യു വർദ്ധിപ്പിച്ച പാർട്ടി നടപടിക്കെതിരെയും കുറ്റപ്പെടുത്തലുണ്ടായി. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം നിർജ്ജീവമായി. പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യം പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നതായും വിമർശനമുയർന്നു. സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ പ്രവർത്തനങ്ങളിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി രൂക്ഷ വിമർശനമാണ് പ്രതിനിധികൾ പൊതുചർച്ചയിൽ ഉന്നയിച്ചത്. മാനന്തവാടിയിൽ നിന്നും M കമലിനൊപ്പം KR സജു റിപ്പോർട്ടർ.